നമസ്കാരം. കന്നി രാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് പൊതുവെ കുറേ കാലമായിട്ട് ചിത്തിര നക്ഷത്രക്കാരൊക്കെ വല്ലാണ്ട് വലഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അത്ത നക്ഷത്രക്കാർ, ചിത്തിര നക്ഷത്രക്കാരൊക്കെ. ശനി 6ആയിരുന്നു, 6ൽ നിന്ന് 7ലേക്ക് വന്നു, 7ൽ നിന്ന് ഇപ്പോൾ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുകയാണ് എല്ലാവരെയും. ചിത്തിര നക്ഷത്രക്കാർക്ക് വ്യാഴദശയാണ് നടക്കുന്നതെങ്കിൽ, അല്ല ചൊവ്വാദശയാണ് എങ്കിൽ, ഇത് രണ്ടും ഇവർക്ക് വളരെ മോശ കാലഘട്ടമാണ്. വ്യാഴദശയാണെങ്കിലും ചൊവ്വാദശയാണെങ്കിലും വളരെ ദോഷപ്രദനായിട്ടുള്ള ദശാകാലമാണ്. വ്യാഴദശ 16 വർഷവും ചൊവ്വാദശ 7 വർഷവും. ഈ സമയങ്ങൾ നിങ്ങൾ ഭദ്രകാളി ഭജനം നടത്തുന്നത് ഉത്തമമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ മാസത്തിൽ വരുന്ന പക്കപ്പിറന്നാൾ ദിവസം, അപ്പം നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം, നിങ്ങൾ ഇപ്പോൾ വിദേശികളായിട്ടുള്ള ആളുകളാണെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിലും മഹാമൃത്യുഞ്ജയ ഹോമം ഒന്ന് ചെയ്യാൻ പറയുക, വിളിച്ചു പറയുക. അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ ജപം, മഹാമൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് അക്ഷരത്തെറ്റില്ലാതെ പഠിച്ചെടുക്കുക. ത്രയംബകം യജാമഹേ എന്ന് പറയുന്ന മന്ത്രം അക്ഷരത്തെറ്റില്ലാതെ പഠിച്ച് വായിച്ച് കാണാതെ പഠിച്ചിട്ട് അത് ഒരു ഗുരുവിൽ നിന്ന് വേണമെങ്കിൽ ദീക്ഷ പോലെ എടുത്തിട്ട് നിരന്തരവും ജപിക്കുക. അതുപോലെ തന്നെ ഹോമം നടത്തുക. ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന മഹാലക്ഷ്മി ഭജനമുണ്ട്, മഹാലക്ഷ്മി മന്ത്രമുണ്ട്, മഹാലക്ഷ്മി ഭജനമുണ്ട്. ഇത് മഹാലക്ഷ്മി ഭജന സമ്പത്ത് സൗഭാഗ്യവും കൈവരിക്കാനായിട്ട് നിത്യവും നിങ്ങൾ ജപിച്ചോളാം. നിത്യവും ശുദ്ധമായിട്ട് നിങ്ങൾ അതിരാവിലെ കുളിച്ച് ഇത് ജപിച്ചോളാം. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയുണ്ടാവും, കുടുംബസൗഖ്യം ഉണ്ടാവും. അതുപോലെ ദമ്പതികളായിട്ട് പരസ്പരം കലഹങ്ങൾ ഉണ്ടെന്നായിരിക്കും. ദമ്പതികൾ കലഹമൊക്കെ ചെയ്യുന്നവരാണ്, എന്നും വഴക്കും അടിയാണ് വീട്ടിൽ. അപ്പം നിങ്ങൾ ഈ ഭദ്രകാളി ഭജനം, അതുപോലെ തന്നെ ഭദ്രകാളി പൂജ, മഹാലക്ഷ്മി ഭജനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനമൊക്കെ കൈവരിക്കാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ കുടുംബസ്ഥനായിട്ടുള്ള ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള, അതായത് പത്നി സമേതനായിട്ടുള്ള ശാസ്താവിനെ ിട്ടുള്ള ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും പോയിട്ട് ദർശനം നടത്തുക. അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോവുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. പോയിട്ട് വഴിപാടുകൾ കഴിക്കുക. ചന്ദ്രന് ബലമില്ലാത്തവർ, പക്ഷബലമില്ലാത്ത ചന്ദ്രനാണ്, ചന്ദ്രന് ബലമില്ലാത്തവരാണെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കുന്നത് നന്നായിരിക്കും. മഹാദേവന് തിങ്കളാഴ്ച ദിവസം ചന്ദ്രക്കല സമർപ്പിക്കാം. മഹാദേവന് ക്ഷീരധാര ചെയ്യാം, ജലധാര ചെയ്യാം, കൂവളാർച്ചന ചെയ്യാം, പിൻവിളക്ക്, നെയ്വിളക്ക് പിൻവിളക്കായിട്ട് സമർപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രൻ, അതുപോലെ തന്നെ നമശിവായ എന്ന മന്ത്രം 1008 രൂപ 336 രൂപ ഒക്കെ നിത്യവും ജപിക്കുകയാണെങ്കിൽ ചന്ദ്രന് ബലം ഉണ്ടാവാനായിട്ട് മോതിരമായിട്ട് മുത്ത് വെള്ളിയിൽ കെട്ടി കയ്യിൽ ധരിക്കാം. അത് ചന്ദ്രകാലഹോരയിൽ വലത് കൈയിലെ മോതിര വിരലിൽ മുത്ത് വെള്ളി മോതിരമായിട്ട് കെട്ടി ധരിക്കുന്നതുമൊക്കെ ഉത്തമമായിരിക്കും.